ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സംസാരിക്കുന്നത് മറഞ്ഞു നിന്ന് നമ്മുടെ ആദർശ് കേൾക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് നയന അങ്ങ് പോയി, ആദർശം അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് ചോദിച്ചു. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ പൂർവികർ എന്നെ അറിയിച്ച കാര്യങ്ങളാ. സാക്ഷാൽ മഹാലക്ഷ്മിയാണ് നയനമോളുടെ രൂപത്തിൽ ഈ തറവാട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവങ്ങൾ തന്ന സമ്മാനമാണ് നയനമോള്. ആ നിധി നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ആദർശ് ഇങ്ങനെ അപ്പുറം മാറി വന്ന് നിന്ന് സ്വയം ചിന്തിക്കുക, ഞാൻ മുത്തശ്ശന്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ ഒളിഞ്ഞു നോക്കിയത് തെറ്റായിപ്പോയി, മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നയനെ അങ്ങ് ചെന്നു. അപ്പോഴും ആദർശ് നയനെ കാണുന്നില്ല. ഇങ്ങനെ പുറത്തേക്ക് തന്നെ നോക്കി ആദർശ് നിൽക്കുന്നു. പെട്ടെന്ന് നയനെ കണ്ടപ്പോൾ താങ്ക്സ് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു. അല്ല, ഞാനും മുത്തശ്ശിയൊക്കെ നിർബന്ധിച്ചിട്ടും മുത്തശ്ശൻ ആഹാരം കഴിച്ചില്ലല്ലോ, പക്ഷേ നീ പറഞ്ഞപ്പോ മുത്തശ്ശൻ ആഹാരം കഴിച്ചില്ലേന്ന് ചോദിച്ചു. ആഹാരം മാത്രമല്ല, മരുന്നും കഴിച്ചു എന്ന് മാത്രമല്ല ഡോക്ടറെ വരുത്തിക്കൊള്ളാനും പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അതിനാ താങ്ക്സ് പറഞ്ഞെന്ന് ആദർശ്. അപ്പൊ താങ്ക്സ് പറഞ്ഞത് കൊണ്ട് കാര്യമൊന്നുമില്ല, മുത്തശ്ശന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ഒന്നിച്ചു പോകണമെന്നുള്ളത് എന്ന് നയനെ നേരം പറഞ്ഞു. അതെന്തായാലും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതിലൂടെ എന്നെയല്ല സ്വന്തം മുത്തശ്ശിനെയാണ് വഞ്ചിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നയന ആദർശനോട് പറഞ്ഞു. ചിലരൊക്കെ ഭാര്യമാരെ വാടകയ്ക്ക് എടുക്കാറുണ്ട് ഓരോരോ നാടകം കളിക്കാനായിട്ട്, പലരെയും ബോധ്യപ്പെടുത്താനായിട്ട്. ശരിക്കും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യങ്ങൾ നയനയും പറഞ്ഞു. ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫാണ് എൻ്റേത്. എന്താണ് ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് എന്നൊന്നും എനിക്കറിയില്ല. ഒരു വേർപിരിയലായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ നയനെ ആദർശനോട് ചോദിക്കും കേട്ടോ. ഇന്ന് ഈ വീടിനകത്ത് മുത്തശ്ശന്റെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരായ എല്ലാവരും, എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഞാനാണെന്നുള്ള കാര്യം പറയുന്നു നമ്മുടെ നയന. അപ്പൊ ആദർശം ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ നയന ഇങ്ങനെ തന്റെ ഉള്ളിലുള്ള ആദർശിന്റെ മുന്നിൽ തുറന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അവിടെ ആദർശേട്ടൻ തീരുമാനങ്ങൾ എടുക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചപ്പോൾ തർക്കിക്കാനോ വഴക്കിടാനോ ഒന്നും എനിക്ക് വയ്യ. ഇന്ന് നീ ചെയ്തത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ താങ്ക്സ് പറഞ്ഞതെന്ന് ആദർശ് പറഞ്ഞു. ഈ വീട്ടിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കില്ല ഇപ്പൊ എന്റെ ജോലി എന്ന നേരം നയന പറഞ്ഞു. എനിക്ക് ഇത്തിരി സന്തോഷം തരേണ്ട ആൾ അത് മനസ്സിലാക്കുന്നില്ല എന്നും നയന പറഞ്ഞു. സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ഇരട്ടിയായി വെറുപ്പുണ്ടാക്കുന്നത് നീ തന്നെയല്ലേ എന്ന് ആദർശ് ചോദിച്ചു. ജാതകം പോലും നോക്കാതെയാ നമ്മൾ ഒന്നിച്ചത്. ഒരു പക്ഷേ അങ്ങനെ ഒരു പൊരുത്തക്കേട് ജാതകത്തിൽ ഉണ്ടാകുമെന്ന് നയന പറയണേ. ചില ഗ്രഹങ്ങൾ സ്ഥാനം തെറ്റി നിന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ശാന്തിയും സമാധാനവും കിട്ടില്ലെന്നും നയന ആദർശനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് ആദർശന് വലിയ കൂസലോ കാര്യങ്ങളൊന്നുമില്ല. പിടിച്ചു നിൽക്കാം മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി അവരുടെ കാലം വരെ. അത് കഴിയുമ്പോൾ എന്താണെങ്കിലും നമ്മൾ വേർപിരിയും എന്ന് പറഞ്ഞ് നമ്മുടെ നയന അങ്ങ് പോയി. ആദർശ് ഇങ്ങനെ അതിനെപ്പറ്റി അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മുത്തശ്ശൻ അവിടെ നിന്ന് ജലജ സ്വത്തിന് കാര്യങ്ങൾ ചോദിച്ചതും സ്വത്ത് വീതം വയ്ക്കുന്നത് പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നയന വന്ന് വാതിൽ തുറന്നപ്പോഴേക്കും അവിടെ കുടുംബവക്കീൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനകത്തേക്ക് വിളിച്ചു. അപ്പോൾ അവിടെ ദേവയാനിയും അതുപോലെ ജയനും ജാനകിയും എല്ലാവരും ഉണ്ട്. എന്താ താൻ വന്നതെന്ന് ചോദിച്ചപ്പോൾ മൂർത്തി സാറിന് എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ലല്ലോ, കാര്യങ്ങളെല്ലാം ഞങ്ങളെയാണ് അച്ഛൻ ഏൽപ്പിക്കാറ് പതിവ്. അപ്പോൾ പിന്നെ തന്നോട് വരാൻ പറഞ്ഞതിനെ പറ്റി ഞങ്ങൾക്ക് ആർക്കും അത്ര വ്യക്തത ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് വക്കീലിനോട് എന്താ സംസാരിക്കാനുള്ളതെന്ന് ദേവയാനി ചോദിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റില്ലല്ലോ മാഡം എന്ന് പറഞ്ഞു ഈ വക്കീല് ദേവയാനിയോട്. അപ്പൊ ഞാൻ സ്വത്തിന്റെ കാര്യമൊക്കെ അച്ഛനോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതേപറ്റി സംസാരിക്കാനായിരിക്കും വക്കീലിനെ വിളിപ്പിച്ചെന്ന് ജലജ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഇതെന്താ വക്കീൽ ഇവിടെ നിന്ന് മുത്തശ്ശി ചോദിച്ചു. അത് ഞാൻ വിളിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. തന്നോട് ഞാൻ അതിനെപ്പറ്റിയൊക്കെ നാളെ പറയാം എന്ന് മുത്തശ്ശൻ പറയുക. അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ, എന്താ സംഭവം എന്ന്. ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകൂ എന്ന് മുത്തശ്ശൻ നേരെ പറയുകയും ചെയ്തു. നിങ്ങളുടെ നന്മ മുന്നിൽ കാണാതെ ഞാൻ ഒന്നും ചെയ്യുകയുമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ അത് എന്താണെന്ന് ഞങ്ങളോടൊന്ന് പറഞ്ഞൂടെ അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ നാളെ പറയാമെന്ന് പറഞ്ഞല്ലോ എന്ന് ജാനകി. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ തിടുക്കം കൂട്ടുന്നത്, വക്കീലെ വാ എന്ന് പറഞ്ഞ് വക്കീലിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ഇവരെല്ലാവരും കൂടി ചേർന്ന് അതെന്തിനാ വന്നതെന്നുള്ള ചോദ്യമായി. വീട്ടിനകത്ത് എപ്പോഴും അടിയും വഴക്കൊക്കെ അല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോ സ്വത്തൊക്കെ വീതം വെക്കുന്ന കാര്യമായിരിക്കും അച്ഛൻ ഉദ്ദേശിക്കുന്നതെന്ന് ജലജ പറഞ്ഞപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. ഏയ് ഞാനൊന്നും പറഞ്ഞില്ലേ, അച്ഛന് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ പറയാം. അത് അവർക്കാർക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പം നയന ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എന്തൊക്കെയോ നിന്ന് ആലോചിക്കുന്നു. പിന്നെ നാളെ രാവിലെ താൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു.
നാളെ രാവിലെ എല്ലാവരും എല്ലാം അറിഞ്ഞാൽ മതിയെന്ന് മുത്തശ്ശൻ വക്കീലിനോട് പറയുന്നു. എൻ്റെ നാവിൽ നിന്നൊന്നും പുറത്തു പോകില്ല, അത് ഞാൻ ഗ്യാരണ്ടി എന്ന് വക്കീൽ പറയുന്നു. ജീവിതത്തിന്റെ അവസാന നാളുകൾ എത്തുമ്പോൾ നമ്മൾ പലതും മക്കൾക്ക് വേണ്ടി ചെയ്തു വയ്ക്കും, അത്രേ ഉള്ളൂ ഇതെന്നും പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും ഉള്ള വീതങ്ങളെല്ലാം ഇങ്ങനെ അയാളെ കൊണ്ട് റെഡിയാക്കിക്കാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ് മുത്തശ്ശൻ അവിടെ റൂമിൽ ആരും അറിയാതെ ചെയ്യുന്നത്. ഈ സമയം ജലജയുടെ നെഞ്ച് കിടന്ന് പടപടാന്ന് ഇടിക്കുവാണ്. ആരറിഞ്ഞാലും കുഴപ്പമില്ല, എന്തായാലും ഞാൻ പരാതി പറഞ്ഞത് ഏറ്റെന്നാ തോന്നുന്നത്. അപ്പൊ 3 കൊച്ചുമക്കൾക്കും ഉത്തരവാദിത്തങ്ങൾ പകുത്തു നൽകണമെന്നൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെന്നുള്ള കാര്യം മുത്തശ്ശി അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആദർശനല്ലാതെ മറ്റാർക്കും പക്വത എത്തിയിട്ടില്ലെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പം അനിയുടെ കാര്യത്തിൽ അത് ശരിയാ, അവനെ കളിച്ച് രസിച്ചൊക്കെ നടക്കുക, പിന്നെയും കുട്ടിക്കളിയോ മാറിയിട്ടുമില്ല. എന്നാൽ അതുപോലെയല്ല അഭിയുടെ കാര്യം. അഭി എല്ലാം തികഞ്ഞവനാ. അവൻ 1-2 ബ്രാഞ്ചൊക്കെ നോക്കി നടന്നിയതല്ലേ എന്ന് പറഞ്ഞപ്പം നോക്കിയതിന്റെ കഥയൊന്നും പറയണ്ട, അങ്ങനെ അവന്റെ നോട്ടം കൂടിപ്പോയത് കൊണ്ടാ അവൻ അവിടുത്തെ സ്റ്റാഫ് ആയതെന്ന് ദേവയാനി ജലജയോട് പറഞ്ഞു. ദേവയാനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വിശ്വസിച്ച് എന്തും അനിയെ ഏൽപ്പിക്കാം, എന്നാൽ അഭിയുടെ കാര്യത്തിൽ അത് പറ്റില്ല എന്ന് തന്നെ ദേവയാനി പറഞ്ഞു. അവന് മാന്യമായി ജോലി ചെയ്യാൻ അറിയില്ല, തിരിമറി നടത്താനേ അറിയൊന്നും ദേവയാനി ജലജയോട് പറഞ്ഞപ്പം അങ്ങനെ അവനെ ഇടിച്ചു താഴ്ത്തലേ ഏട്ടത്തി എന്ന് പറഞ്ഞപ്പോ ദേവയാനി അവൻ ഇടിച്ചു താഴ്ത്തിയതൊന്നുമല്ല, പിന്നെ സത്യം പറയാതിരിക്കാൻ പറ്റുമെന്ന് ജയനും പറഞ്ഞു. എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ അച്ഛൻ കൈമാറ്റം നടത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ ജലജ അവിടെ നിന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. അപ്പോഴേക്കും വക്കീലും അച്ഛനും കൂടെ അങ്ങ് വന്നു. പിന്നെ വക്കീലിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പം എന്താണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നൊന്ന് പറയുമെന്ന് ചോദിച്ചപ്പം അതിന് 1 ദിവസം കൂടി ക്ഷമിച്ചുകൂടെയോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛനൊന്നും എടിപിടിഞ്ഞ് ചെയ്യേണ്ട അച്ഛാ, വക്കീലിനെയൊക്കെ വിളിച്ചു വരുത്തിയപ്പോ സത്യം പറഞ്ഞാൽ ചില സംശയങ്ങളൊക്കെ മനസ്സിൽ ഉരുണ്ടു കൂടിയെന്ന് ജലജ പറയണു. ഞങ്ങൾക്കൊപ്പം അച്ഛൻ ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കണമെന്നും അതുകൊണ്ട് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ എന്നൊക്കെ ജലജ അവിടെ നിന്ന് പറയാം. മുത്തശ്ശൻ ഇതൊക്കെ കേട്ടിട്ട് ചിരിയാ വരുന്നത്. ചിലർ സംസാരിക്കുമ്പോൾ വാക്കുകൾ ഹൃദയത്തിൽ നിന്നായിരിക്കും വരുന്നത്. അവരുടെ വേദന നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അത്തരക്കാർ ഒന്നും സംസാരിക്കണമെന്ന് പോലും ഇല്ലാന്ന് മുത്തശ്ശൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയണു. അവർ അരികിൽ നിന്നാലും അകലെ നിന്നാലും ഹൃദയത്തിന് ഒരു ഭാഷയുണ്ട്, അത് തീവ്രമായ സ്നേഹത്തിന്റെ ഭാഷയാണെന്നും പലരും പലതും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വേണ്ടത് മറ്റുള്ളവരുടെ കരുണയും സ്നേഹവും മാത്രമാണെന്നും മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ചുറ്റിനും പരതി നോക്കുന്നവരും ഈ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നയനയുടെ നേരെ ഇങ്ങനെ നോക്കി. അപ്പോഴേക്ക് നമ്മുടെ ദേവയാനി പിന്നെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതൊക്കെ എനിക്കറിയാം, നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും വാർദ്ധക്യത്തിന്റെ ഓർമ്മക്കുറവുകളുമായിട്ടല്ല ഞാൻ പോകുന്നത്, എല്ലാം പൂർണ്ണമായും ഉൾക്കണ്ടിട്ട് തന്നെയാ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ നയനയെ നോക്കി ഇതൊക്കെ സംസാരിക്കുന്നു. അതെല്ലാം കേട്ട് നയന ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പം നയനയ്ക്ക് അരികിലേക്ക് ചെന്ന് നയനയുടെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം ഇനി ഇവളുടെ പേരിൽ കിളവനെല്ലാം എഴുതി വെക്കുവോ എന്നൊക്കെ ഇങ്ങനെ ജലജ അന്നേരം ചിന്തിക്കുക. അപ്പോഴേക്കും നമ്മുടെ നയനെ അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നു. അപ്പോൾ നയനയെ ആശ്വസിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജയനും അവർക്കെല്ലാവർക്കും സന്തോഷമായിട്ടോ. അതുപോലെ മുത്തശ്ശിക്ക് ജാനകിക്ക് ഒക്കെ നയന നിന്ന് കരയുന്നത് കണ്ടപ്പോഴേ ഈ കിളവൻ ഇത് എന്തിന്റെ പുറപ്പാടാ, ഇത് എന്തു ഭാവിച്ച ഈ കിളവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ ഇങ്ങനെ ജലജ അവിടെ നിന്ന് ചിന്തിക്കുക. അപ്പൊ നയനയെ തൊട്ട് തലോടിയിട്ട് അവിടെ നിന്ന് നമ്മുടെ മുത്തശ്ശൻ അങ്ങ് പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാ. നന്ദു ഇങ്ങനെ ഇരുന്ന് അനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അനിയെ കണ്ട നാൾ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്നു. അതുപോലെ തന്നെ അനിയും അവിടെ നിന്ന് നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. രണ്ടുപേർക്കും അവരോടുള്ള ഇഷ്ടം അത് തുറന്ന് പറയാനും പറ്റുന്നില്ല, ആകെ പെട്ടിരിക്കാം. പെട്ടെന്ന് തന്നെ അനി ഫോൺ എടുത്ത് വിളിച്ചു, നന്ദുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അനിയുടെ കോള് കണ്ടു. നന്ദുവിന് എടുക്കാൻ പോലും പേടിയായിട്ട് നന്ദു ഇങ്ങനെ ഇരിക്കുക കേട്ടോ, എടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ച്. പിന്നെ അതങ്ങ് കട്ട് ചെയ്ത് വിട്ടു. അത് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞപ്പം ഇവൾക്ക് ഇതെന്താ പറ്റിയെന്നൊക്കെ അനി ചിന്തിക്കുക കേട്ടോ. എൻ്റെ ദൈവമേ, എന്താ ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് അറിയില്ലല്ലോ. എൻ്റെ ദൈവമേ, ഇതിപ്പോ എൻ്റെ ജീവിതം തകർത്തത് അനാമിക ഒറ്റയൊരുത്തിയ. ആരാധന മൂത്ത് എൻ്റെ ജീവിതത്തിലേക്കും ഈ കുടുംബത്തിലേക്കും അവൾ ഇടിച്ചു കയറുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് നമ്മുടെ അനി ചിന്തിക്കുന്നു. എനിക്ക് അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റൂ. പിന്നെ കാണിക്കുന്ന നന്ദുവിനെ കേട്ടോ. നന്ദു ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അമ്മ വന്നു. നിനക്ക് എന്താ പറ്റിയ കുട്ടാന്ന് ചോദിച്ചു. ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു. എനിക്കെന്ന് വിശക്കുന്നില്ല അമ്മേ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വിശപ്പുള്ളത് നിനക്കാ. എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ നീ പറയുന്നേന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ടൊന്നും അല്ല, നിനക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് കനകം നന്ദുവിനോട് പറഞ്ഞു. എന്താ നന്ദുട്ട പറയാൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മക്കൾക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാൽ അമ്മമാരുടെ നെഞ്ചൊന്ന് പാളും, അത് നീ മറന്നു പോകണ്ട. എന്താന്ന് നിന്റെ മനസ്സിലെന്ന് എനിക്കറിയാം. പിന്നെ അതൊന്നും എൻ്റെ പൊന്നുമോള് മനസ്സിൽ കൊണ്ട് നടക്കരുത്. എൻ്റെ മോള് മനസ്സിൽ ആരെങ്കിലും കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നിലവാരത്തിനൊത്തവരായിരിക്കണം.
നമ്മളെക്കാളും കൂടുതലും വേണ്ട, കുറവും വേണ്ട, കേട്ടോ. ഞാൻ അങ്ങനെ ആരെയും മനസ്സ് കയറ്റി വെച്ചിട്ടില്ലെന്ന് നന്ദു അന്നേരം പറഞ്ഞു. എന്നെന്റെ മോള് തറപ്പിച്ചു പറഞ്ഞാലും അമ്മയ്ക്ക് അറിയാം നന്ദൂട്ടന്റെ മാറ്റമൊക്കെ. അമ്മ അതെല്ലാം കണ്ടുകൊണ്ടായിരിക്കുന്നത്. എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പവും ഇല്ല എന്ന് വീണ്ടും വീണ്ടും നന്ദു. ദേ നന്ദൂട്ടാ, നിന്റെ 2 ചേച്ചിമാരുടെയും ജീവിതം നീ കാണുന്നുണ്ടല്ലോ ഇല്ലേ? ആ ഒരു ജീവിതം എൻ്റെ മോൾക്ക് പാഠമായിരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ഇനിയെങ്കിലും കണ്ടറിഞ്ഞു വേണം നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്യാൻ, എനിക്ക് അത്രയും മോളോട് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് പോയി. നന്ദു വീണ്ടും ഇങ്ങനെ അനിയെപ്പറ്റി ആലോചിച്ചിരിക്കുന്നു, അനി നന്ദുവിനെ പറ്റി ആലോചിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ എനിക്ക് സംഭവിക്കുന്നത്? അതുപോലെ നന്ദുവിന് എന്താ പറ്റിയേ? നന്ദു ഇപ്പം എന്നിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു മാറുന്നു. നേരത്തെ ഇടയ്ക്കൊക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാ, ഇപ്പം അതൊന്നും നടക്കുന്നില്ല. അങ്ങനെയൊക്കെ നമ്മുടെ അനി വിചാരിക്കുവാണ്. അങ്ങനെ അതേസമയം നന്ദുവും ഇതൊക്കെ തന്നെ അവിടെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കല്യാണം എങ്ങനെയെങ്കിലും നീട്ടിവെപ്പിക്കാമെന്നുള്ളതല്ലാതെ അതിനപ്പുറം എനിക്കിതിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അഭിയെ പോലെ എനിക്ക് കള്ളത്തരം കാണിക്കാനും പറ്റില്ലല്ലോ എന്നൊക്കെ നന്ദു അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം. ഇതെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസമായി. അനന്തപുരിയിൽ എല്ലാവരും കൂടി. മുത്തശ്ശൻ വന്നു. അപ്പോൾ നമ്മുടെ നയന എല്ലാവർക്കും ചായ കൊണ്ടേ കൊടുക്കുന്നു. അപ്പോഴേക്കും ദേവയാനി എല്ലാവരും ആകാംക്ഷയിലാണെന്നും പറഞ്ഞ് അച്ഛൻ്റെ മനസ്സിൽ എന്താണെന്ന് ഇതുവരെ ആരോടും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയണു. എങ്കിലും അച്ഛൻ അതിൻ്റെ ഒരു സൂചന നൽകിയിരുന്നു എന്ന് ജയൻ അന്നേരം പറഞ്ഞു കേട്ടോ. അപ്പം നയനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, എന്താ സംഭവം എന്നുള്ളൊരിതിൽ. അപ്പോഴേക്കും എന്താ വക്കീൽ വീണ്ടും വന്നു. വക്കീൽ വന്നപ്പോഴേക്കും അദ്ദേഹത്തിനെ അവിടെ വിളിച്ചിരുത്തി. പിന്നെ വരാനുള്ളവരെയൊക്കെ വിളിച്ച് നിർത്തുവാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഇങ്ങനെ മുഖവരിയിട്ട് സംസാരിക്കണ്ട, ഇന്നലെ സംസാരിച്ചപ്പോഴും ഇതുപോലെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ ഓരോന്ന് സംസാരിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശി. അതെ, അച്ഛൻ മരണത്തെ പറ്റി ഒന്നും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും പറഞ്ഞു. എന്നാലും എല്ലാവരും അതിന് കീഴടങ്ങിയല്ലേ പറ്റൂ. അതിന് മുന്നേ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില കടമകളുണ്ട്, അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതങ്ങ് നീട്ടിവെക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു. അപ്പോഴേക്കും ജലജയ്ക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കാൻ പോവുക എന്നൊക്കെ ആ മനസ്സിൽ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുന്നു. എന്താ അച്ഛൻ ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തത്? ഇങ്ങനെ എന്തിനാ അച്ഛൻ ഇങ്ങനെ ഓടിപ്പിടിച്ചൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ അതൊക്കെ സാവകാശം എടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം എനിക്കിതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, എല്ലാവർക്കും തലകുലുക്കി പോകുന്നതിൽ നല്ല വിഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു മുത്തച്ഛൻ. ആദർശം നേരെ ഇറങ്ങി വന്നു. ആദർശമോനും വന്നല്ലോ എന്ന് മുത്തച്ഛൻ. മോനെ, വിൽപത്രം റെഡി ആയിട്ടുണ്ട്, ഇനി എന്താണ് എല്ലാവർക്കും കൊടുക്കേണ്ടതെന്ന് മോൻ തന്നെ വിശദമായി വായിപ്പിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. അപ്പം ആദർശ് അത് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും ജലജയുടെ ഉള്ളു കിടന്ന് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. ആദർശ് അതെല്ലാം വായിക്കുക. തറവാട് വെട്ടിമുറിക്കാൻ പോവുകയാടാ മോനെ എന്ന് ജയൻ അന്നേരം പറഞ്ഞു. ആരോടും ഒരു വാക്കുപോലും ചോദിക്കാതെയാണ് അച്ഛൻ ആ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ സ്വത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പക്ഷാഭേദം കാണിക്കില്ല. ഇനി വേണം എനിക്കും എൻ്റെ മക്കൾക്കും അടിച്ചു പൊളിച്ച് സമാധാനത്തോടെ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ മോനെന്തത് വായിക്കാത്തതെന്ന് ചോദിച്ചു മുത്തച്ഛൻ. എന്നോട് സാറ് പറഞ്ഞതാ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് നമ്മുടെ വക്കീൽ അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. ആദർശ് അതും കയ്യിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുക. നമ്മുടെ ആദർശ് ആ പേപ്പറുകൾ ഇങ്ങനെ 4 വലിച്ചു കീറി ചന്നം പിന്നെ ഒരൊറ്റ ഏറായിരുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോഴേക്കും ജലജ ഞെട്ടിപ്പോയി. ആ ഒരു സമയത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.